ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലുള്ള വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ട് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വിരുന്ന് വന്നതാണല്ലോ, അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ ഇന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് നമ്മളവിടെ അടുത്തുള്ളൊരു സ്ഥലം കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ പുതിയ നാത്തൂൻ്റെ കൂടെയുള്ള വിശേഷങ്ങൾ കാണാൻ ഒരുപാട് ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്ന് മുഴുവനായിട്ടില്ല കേട്ടോ, വൈകുന്നേരം സമയത്ത് നമ്മൾ പോകും, ഉച്ച കഴിഞ്ഞാൽ നമ്മൾ പോകും. അപ്പോൾ അതുവരെ ഉള്ളൂ. അപ്പോൾ ഇതാ ഇവിടെ ഓരോരുത്തർ ചായ കുടിക്കണുള്ളൂ. സമയമൊക്കെ ഒരുപാടായിട്ടുണ്ട്, കുറേ ആൾക്കാരെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മക്കളൊക്കെ ഒന്ന് കുറച്ച് വൈകിയാണ് നീച്ചത്. അപ്പോൾ ഓരൊക്കെ നീച്ചതിന് ശേഷമാണ് ചായ കുടിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ കുറച്ച് സ്വീറ്റ് കോണ് ചുട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, കനലിലിട്ടാണ്ട് ചുട്ടതാണ്. അപ്പം ഞാൻ ആദ്യമൊക്കെ അങ്ങനെ വിചാരിച്ചിരുന്നു കേട്ടോ, വീഡിയോയിലൊക്കെ അങ്ങനെ കാണുമ്പോൾ സ്വീറ്റ് കോൺ ഒന്ന് കഴിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ പ്രതീക്ഷിക്കാതെയാണ് ഞങ്ങളെ നാത്തൂന് ഊട്ടി പോയി വന്നപ്പോൾ ഒരു കൊണ്ടുവന്നതാണ്. ഒരു സ്വീറ്റ് കോൺ ആണെന്നൊന്ന് വിചാരിച്ച് വാങ്ങിയതല്ല, സാധാ കോൺ ആണെന്ന് വിചാരിച്ച് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേങ്കിൽ അതിങ്ങനെ കഴിച്ച് നോക്കിയപ്പോഴാണ് ഒരു മധുരം കേട്ടോ. പക്ഷെ അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അതെങ്ങനെയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമായിട്ടില്ല. അപ്പോൾ നമ്മൾ സാധാ കമ്പാണ് കൂടുതലും ടേസ്റ്റ് ഉള്ളത്. ഇത് അത്ര അങ്ങോട്ട് ഇഷ്ടമായില്ല കേട്ടോ. അപ്പോൾ അതവിടെ കനലിലൊന്ന് ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്ദു ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയി കഴിക്കണമൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് നെല്ലിക്ക വാങ്ങിക്കൊണ്ടുവന്നിരുന്നു. ഉപ്പിലിട്ട നെല്ലിക്ക കഴിഞ്ഞിട്ടില്ല, അപ്പോൾ വീണ്ടും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തുടച്ചിട്ട് ഒന്ന് വരഞ്ഞ് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് അതിലിട്ട് വെക്കണം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ പരിപാടി തന്നെ ഇതാക്കുന്നത് ഇവിടെ ന്യൂഡിൽസ് ഉണ്ടാക്കണ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാണ് ന്യൂഡിൽസ്. അപ്പോൾ ഇന്നലെ ബീഫൊക്കെ ഉണ്ടാവുകൊണ്ട് ഞാൻ ഉണ്ടാക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആർക്കും വലിയ കോളുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് തുടങ്ങിയതാണ് ഇത്. എപ്പോഴാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മളെ നന്ദു കേട്ടോ. അപ്പോൾ ഇതങ്ങനെ മിന്നുത് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളൊന്നും ഇത് അങ്ങനെ അങ്ങോട്ട് പൊടിക്കലില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ. ഇങ്ങനെ ഭയങ്കരമായിട്ട് നൂല് വേണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് പൊടിച്ചാൽ മതി ആദ്യം. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിക്കും ഞാനതൊക്കെ പാക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഇടലാണ്. പക്ഷേ എങ്കിൽ ഇങ്ങനെ പൊടിച്ചുണ്ടാക്കിയാൽ പാകത്തിന് ഇങ്ങനെ നൂലാവുള്ളൂ. മറ്റേത് ഭയങ്കര വലിപ്പമാവില്ലേ, ആകെ കെട്ട് പിണഞ്ഞ് അങ്ങനെ ആയിരിക്കും. പിന്നെ ഇന്ന് ഞങ്ങൾ കറി വെക്കുന്നത് മുരിങ്ങയാണ് കേട്ടോ. അപ്പോൾ ഇറച്ചി മീനും ഒക്കെ കൂട്ടി ശരിക്കും മടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് മുരിങ്ങാത്താളിപ്പോ അല്ലെങ്കിൽ പരിപ്പും മുരിങ്ങയോ കറി വെക്കാം നമുക്ക് എന്ന്. അപ്പോൾ അത് കേട്ടപ്പോൾ അമ്മ പോയാണ്ട് നമ്മളവിടെ മുരിങ്ങ വല്ലാതല്ല കേട്ടോ, അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പോയി മുരിങ്ങ കുടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഊരിയും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പലവക കറി വെക്കാൻ വേണ്ടിയിട്ട് പടുകൂട്ടാന്നൊക്കെ പറയില്ലേ, അത് വെക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇണ്ണിത്തണ്ട് പറയും ഞങ്ങളിവിടെ, വാഴപ്പിണ്ടില്ലേ, അപ്പോൾ അതിന് ഇണ്ണിത്തണ്ട് ഞങ്ങളിവിടെ പറയും കേട്ടോ. അതും കറുത്ത പപ്പായല്ലേ ആ ഒരു സംഭവം, പിന്നെ ചേമ്പും കൂടി നന്നാക്കി കഴുകി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ കുറച്ച് പരിപ്പും പച്ചമുളകും കൂടി വേവിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ അതിലേക്ക് അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നാളികേരവും ചെറിയുള്ളിയും ജീരകവും കൂടിയും അരച്ചൊഴിച്ചു കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് തിളപ്പിച്ചു. അതിനുശേഷം ഇതാക്കണം മുരിങ്ങയാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ചിക്കനും മീനും എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു കറിയും കൂട്ടിയിട്ട് ചോറിനാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഈ കറി ഉണ്ടാകുമ്പോൾ കൂടുതലും രസം നമ്മളെ റേഷൻ കടയത്തെ ആ അരിൻ്റെ ചോറാണ് കേട്ടോ കൂടുതലും ടേസ്റ്റ്. അപ്പോൾ മുരിങ്ങ ഇട്ടിട്ട് അത് ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ അതിനൊരു കയ്പ്പ് രസം വരും. പിന്നെ അതിലേക്ക് ഉള്ളി ഒന്ന് വറവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിലൊന്ന് വറവിട്ടാൽ നല്ല ടേസ്റ്റ് ആവും കേട്ടോ. ഇനിയിപ്പോൾ വറവിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വറവിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും. അങ്ങനെ പരിപ്പും മുരിങ്ങയും കറിയൊക്കെ പെട്ടെന്നായിട്ടുണ്ട്. കുക്കറിലാവുമ്പോൾ വേഗം ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരാൾ നൂഡിൽസ് ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ പറഞ്ഞ കുട്ടികളും ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ. ചിക്കനോ മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവും. അപ്പോൾ അത് ചിക്കൻ നൂഡിൽസ് എന്നൊക്കെയാണ് അതിന് എഴുതിയിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മുട്ട വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ 2-3 എടുത്തിട്ട് അതൊന്ന് ചിക്കി എടുക്കുകയാണ്. എന്നിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ചിക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ആയാലും ഇപ്പോൾ നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കിത് ഇറങ്ങിയ ഉടനെയൊന്നും വലിയ താല്പര്യം ഉണ്ടായില്ല. ഇപ്പോൾ പിന്നെ അത് ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ലെയ്സ് ഉണ്ടല്ലോ, അത് ഇറങ്ങിയ സമയത്തൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായില്ല. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ലെയ്സ് ഒന്നും വല്ലാതെ തിന്നാൻ പാടില്ല എന്നിങ്ങനെ പറയുന്ന കേട്ടോ. അപ്പോൾ അധികം അങ്ങോട്ട് വാങ്ങി കഴിക്കലില്ല. നൂഡിൽസ് ആയാലും വല്ലപ്പോഴൊക്കെ ഉള്ളൂ വാങ്ങി തരിക. ഏട്ടൻ തീരെ വാങ്ങൂല കേട്ടോ. അപ്പോൾ ഇവിടെ ഓക്ക് കുട്ടികളെ മാതിരിയാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഇഷ്ടമാണ്. നെല്ലിക്ക ഉപ്പിലിട്ടത് അല്ലെങ്കിൽ മാങ്ങ ഉപ്പിലിട്ടത്, അതേപോലെ കാന്താരി ഉപ്പിലിട്ടത്, പിന്നെ അതാക്കണ ഇങ്ങനെ നൂഡിൽസ്, പിന്നെ ഐസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെ നന്ദുവിനും കണ്ണനും അനുട്ടിക്കൊക്കെ പറ്റിയ കൂട്ടന്നെയാണ് കേട്ടോ. ഓരോ കുട്ടിക്കളിക്കൊക്കെ ഓളെ കിട്ടുകയും ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതാക്കണേ പിന്നെ നൂഡിൽസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആ മസാലപ്പൊടി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആ മുട്ട ചിക്കിയതും കൂടി ഇട്ടിട്ട് എത്ര എണ്ണത്തിൽ വിളമ്പണം ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഇതാ ഒരു 6-7 പ്ലേറ്റൊക്കെ നിരത്തി വെച്ച് ഓള് വിളമ്പാണ്, എല്ലാവർക്കും കൂടിയും ഓരി വെക്കുകയാണ്. അപ്പോൾ കണ്ണന് വലിയൊരു താല്പര്യമല്ല കേട്ടത്. കണ്ണന് പിന്നെ കുറച്ച് അവിടെ എടുത്തേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് തന്നെ മതി എന്ന് പറഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളവിടെ അപ്പുറത്തെ കുട്ടീൻ്റെ കേട്ടോ, ആദ്യക്കുട്ടുണ്ട് ഇവിടെ, നന്ദുവിൻ്റെ ഫ്രണ്ടാണ് ഇവിടെ വന്നാൽ. അപ്പോൾ ഓർക്ക് രണ്ടാക്കോള് വേഗം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. കുട്ടികളല്ലേ, അപ്പോൾ നമ്മളിങ്ങനെ ഓരി വയ്ക്കുന്നത് വരെ നിൽക്കാനുള്ള ക്ഷമയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഓർക്ക് രണ്ടാക്കും വേഗം കൊടുത്തു. ഓരോ പുറത്ത് പോയി കഴിക്കുന്നുണ്ട്. അപ്പോൾ അത് വിളമ്പുമ്പോഴേക്കും ഞാൻ കുറച്ച് നെല്ലിക്ക അതേപോലെ ഒന്ന് വരഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നാൾ ഒരു നെല്ലിക്ക ഉപ്പിലിട്ടപ്പോൾ ഇതേപോലെ വരട്ട് കൊടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ഞാനാണെങ്കിൽ സാധാരണ അങ്ങനെ ഇട്ട് കൊടുക്കില്ല, പക്ഷെ വര ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എരിവും ആ ഒരു പുളിപ്പും ഒക്കെ പിടിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതാ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് ഇപ്പം അങ്ങോട്ട് വേണ്ട, അമ്മയ്ക്കും വലിയ താല്പര്യമല്ല കേട്ടോ അവിടെ വെച്ചളി എന്ന് പറഞ്ഞു. അപ്പം അമ്മ അവിടെ കുളിക്കിനൊക്കെ ഓരോ തിരക്കിലാണ്. അപ്പം ഞങ്ങളെയൊക്കെ കുളിയും ദേവാരമൊക്കെ ഏതായാലും ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ വലിയ മടിയൊന്നും ഇല്ലാതെ എല്ലാവരും വേഗം കുളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ നൂഡിൽസ് ഇങ്ങനെ മുട്ടയൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പല വിധത്തിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മളെ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്തിട്ട് നല്ല ബിരിയാണി പോലെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ആയാലും. അതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് സോസൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയാലും അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ ചേർത്തുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ഓളോട് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അതൊക്കെ കഴിക്കുകയാണ്. ആദ്യക്കുട്ടനെ നന്ദു ഇതാക്കണ പോലെ നല്ല ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരു ഹായ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ ആദ്യക്കുട്ടം. അങ്ങനെ ഓല അവിടെ കഴിക്കുന്നുണ്ട്. ഞങ്ങളെ കഴിക്കലും കഴിഞ്ഞു, അമ്മേൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അടിക്കലും തുടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുക്കളയിൽ കുറച്ച് പണികളുള്ളൂ. അപ്പോൾ ഓളവിടെ കുട്ടികളുടെ അടുത്തുണ്ട് കേട്ടോ. അനുട്ടിയും ഓളും കണ്ണനും ഒക്കെ അവിടെ വർത്താനം പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പപ്പടത്തോര ഉണ്ടാക്കാം നമുക്ക് എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഒരു ഇതുവരെ ആരും കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ അവിടെ ഞാൻ 1-2 പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി കൊടുക്കട്ടെ വിചാരിച്ചിട്ട് അത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ പരിപ്പും മുരിങ്ങയൊക്കെ കറി വെച്ചിട്ട് ആ ഒരു കുക്കറിൽ തന്നെ പടുകൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് അതും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്. ഗ്യാസ് അവിടെ ഓഫ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒന്ന് വറവിട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മളൊരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കട്ടോ. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പപ്പടം അങ്ങനെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വലിയതാക്കി കാച്ചണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കട്ടോ, എന്നിട്ട് പൊടിച്ചാൽ മതി. പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ ഒരു പ്രത്യേക കാണാനും രസമാണ്, കഴിക്കുമ്പോഴും വേറെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഒഴിച്ചിട്ടുള്ള എണ്ണ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് ചെറിയുള്ളി, കുറച്ചധികം ചെറിയുള്ളിയോ വലിയുള്ളിയൊക്കെ എടുത്താൽ മതി. ചെറിയുള്ളി ആവും ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ ചെറിയുള്ളിയാണ് ഞാനിവിടെ എടുത്തത്. അതും കറിവേപ്പിലേക്കൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പിടി നാളികേരം ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഉണക്കമുളകില്ലേ, അത് ചതച്ചതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സമയത്ത് ഒരു ഇത്തിരി ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളെ പപ്പടത്തിൽ ഉപ്പുണ്ടാവും, പക്ഷേ ഈ ഒരു മസാലയിൽ ഉപ്പില്ലല്ലോ. അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു. അതിന് ശേഷം ഇതാക്കണം, നമ്മൾ ആ പപ്പടം വറുത്തിച്ചിട്ടില്ലേ അതും കൂടി ഇതിലേക്കാണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി കൂട്ടിയെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടത്. അപ്പോൾ ഉണക്കമുളക് ഒരു ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടിയും ചതച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കരുത്, ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ആർക്കും ഇത് ഇഷ്ടപ്പെടാതിരിക്കൂല. അവിടെ ഞാൻ വീട്ടിൽ ആദ്യമായിട്ട് ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. എല്ലാവർക്കും പറ്റുമാവാന്ന് വിചാരിച്ചിട്ട്, പക്ഷെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. പിന്നെ ഒരു തവണയും കൂടി ഉണ്ടാക്കിയിരുന്നു. പിന്നെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, എപ്പോഴും അത് മറക്കും എന്ന് പറഞ്ഞില്ലേ. പിന്നെ പടുകൂട്ടാനൊക്കെ റെഡി ആയിരുന്നു. അത് കഴിഞ്ഞതാ ഉണ്ണിയപ്പം ചുടാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിയപ്പത്തിനൊക്കെ അതിൻ്റെ ഇടയ്ക്ക് മാവൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. ഒരുപാട് ടൈമൊന്നും നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടില്ല, കുറച്ച് സമയം. പഴവും അരിയും അതേപോലെ മൈദപ്പൊടിയും ശർക്കര മാവും ഏലക്കായും ഒക്കെ കൂട്ടിയിട്ട് മാവ് റെഡിയാക്കിയത്. പിന്നെ അതിലേക്ക് എള്ളും പിന്നെ നാളികേരക്കൊത്തും കൂടിയും വറവിട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യിൽ വേണം ശരിക്കും വറവിടാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയായി. പിന്നെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കണ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാ ഞങ്ങൾ തകൃതിയിൽ തന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ ഈ പോണ പോക്കിൽ ഒരു സ്ഥലം വരെ പോകണുണ്ട് എന്ന് പറഞ്ഞില്ലേ, നമ്മളവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞങ്ങളവിടെ കരുളായി എന്ന് പറയും, ആ ഒരു ഭാഗത്ത് നെടുങ്കായം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം കേട്ടോ പറയുമ്പോൾ. ഇനിയിപ്പോൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നെടുങ്കായം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. കാടും ഒക്കെയാണ്, എന്നാലും അവിടെ ചെറുതായിട്ടൊക്കെ ഒന്ന് കാണാണ്ട്, ഒരു പുഴയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആങ്ങളെയും നാത്തൂനും അങ്ങനെ ചോദിച്ചിരുന്നു കേട്ടോ, നമുക്ക് എങ്ങോട്ടേലും പോയാലോ എന്നിങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളതല്ലേ, അപ്പോൾ കുട്ടികളെ കൊണ്ട് നമുക്ക് എങ്ങോട്ടേലും പോയാലോ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ എന്നാൽ ഇങ്ങോട്ട് പോകുക പറഞ്ഞിട്ട് ഇവിടെ ഏതായാലും കണ്ടിട്ടുമില്ല. ഏട്ടവിടയ്ക്ക് ഒരു വട്ടമൊക്കെ വന്നിട്ടുണ്ട് തോന്നണ്. അപ്പം എപ്പോഴും പറയും കേട്ടോ, നമുക്കും പോകണ ഒരു ദിവസം എന്നൊക്കെ പറയലുണ്ട്. പക്ഷെ അടുത്താകുമ്പോൾ നമുക്ക് അത്ര ഒരു ഇതുണ്ടാവില്ലല്ലോ. ദൂരമുള്ള സംഭവങ്ങൾ കാണാനല്ലേ കൂടുതൽ ആഗ്രഹം ഉണ്ടാകുക. അപ്പം അടുത്തുള്ളതൊക്കെ അവിടെ ഇടുമല്ലോ. അപ്പം എന്തായാലും ഇന്നാണിപ്പോൾ അതിന് ടൈം ആയത് കേട്ടോ, അതൊന്ന് കാണാൻ പോവാൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ അനിയൻ വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും നാത്തൂനും ആങ്ങളെയും കണ്ണനും അനുട്ടി നന്ദുവും കൂടി ഞങ്ങളാണ്
പോരുന്നത്. അപ്പോൾ പോരുന്ന വഴിക്ക് ഇതാ നമ്മൾ അതേ റൂട്ടിൽ കൂടിയാണ് കേട്ടോ പോരുന്നത്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ആ റൂട്ടിൽ കൂടി തന്നെയാണ് പോരുന്നത്. ഇപ്പോൾ റോഡൊക്കെ നന്നാക്കിയതുകൊണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. പിന്നെ ഈ ഒരു പാടത്തിൻ്റെ ഇവിടെ 2-3 കച്ചവടങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ് അവിടെയൊക്കെ കാണാൻ കേട്ടോ. വൈകുന്നേര സമയത്ത് നല്ല തിരക്കുണ്ടാവും അവിടെ ചായ കുടിക്കാനൊക്കെ. പിന്നെ ഇത് ഞങ്ങളവിടെ കരുളായി അങ്ങാടിയാണ് കേട്ടോ. ഇവിടെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ കൂടുതലായിട്ടും കുട്ടിയൊക്കെ നമുക്കായാലും എന്തെങ്കിലും വയ്യായൊക്കെ ഉണ്ടെങ്കിൽ ആ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് സാധാരണ കൂടുതലും വരലുള്ളത്. പിന്നെ നമുക്കുള്ളത് നിലമ്പൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇങ്ങനെ അറിയാം നമ്മൾ എവിടെയാണെന്നുള്ളതൊക്കെ. പക്ഷെ കുറേ ആൾക്കാർക്കുള്ള സംശയമാണ്. വീണ്ടും വീണ്ടും പുതിയ ആൾക്കാരൊക്കെ കാണുമ്പോൾ എവിടെയാണ്, മലപ്പുറം ജില്ലയിൽ എവിടെയാണെന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ നമ്മൾ മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഭാഗത്ത് പൂക്കോട്ടുംപാടം എന്നുള്ള സ്ഥലത്ത് കേട്ടോ. അവിടെ നിന്ന് ചേലോട് എന്ന് പറഞ്ഞിട്ട് അവിടെയാണ് നമ്മളെ വീടുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒന്നും മനസ്സിലാവണമെന്നില്ല. നിലമ്പൂർ മലപ്പുറം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതാക്കണം നമ്മൾ ആ നെടുങ്കായത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നും പോണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 4 മണി വരെ ഉള്ളൂ ഇവിടെ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേങ്കിൽ ഇവിടെ കണ്ടിട്ട് 4 മണി വരെ എന്നല്ല, ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഈ ടൈമിലൊക്കെ അവിടെ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒന്നും കിട്ടുമൊന്നുമില്ല. പക്ഷെ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് കഴിക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. 40-50 രൂപയാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റിനുള്ളത്. അങ്ങനെ എന്തോ പറഞ്ഞു അനിയന്. എന്തായാലും അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇവിടെ നിർത്തി നമ്മൾ പിന്നെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെല്ലുന്ന അവിടെ തന്നെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് നടക്കണമായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. നാത്തൂൻകുട്ടി ഇവിടേക്ക് 2-3 വട്ടം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അനിയനും വന്നിട്ടുണ്ടായിരിക്കും, ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. ഒരാണുങ്ങളല്ലേ വരാതിരിക്കൂല. പക്ഷെ നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് കാണാനൊന്നും ഇല്ലെങ്കിലും ഒരു കാട്, പിന്നെ തേക്കുകളാണല്ലോ ഇവിടെ കൂടുതലായിട്ടും. എന്താ പറയുക, നിലമ്പൂർ എന്ന് പറയുന്നത് തേക്കുകളുടെ സ്വന്തം നാടാണെന്നുള്ളത് എല്ലാവരും പറയും കേട്ടോ. അപ്പോൾ തേക്കുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. കാട് പിടിച്ച് കിടക്കുന്നതൊക്കെ അധികം തേക്കുകൾ തന്നെയാണ് കേട്ടോ. നമുക്ക് കാടായിട്ടൊക്കെ തോന്നും. പക്ഷേങ്കിൽ ഈ പ്രകൃതിനെ കാണാനും ആസ്വദിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ട് പോവാൻ നിൽക്കണവരും പോണവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ കുറേ വണ്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറേ ഇങ്ങോട്ട് വണ്ടിയും കൊണ്ട് പോരാ. പക്ഷെ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടിക്ക് പോകാനുള്ള അനുവാദമല്ല കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ഓരോ തേക്കുകളെയും വണ്ണം കണ്ടില്ലേ. അപ്പോൾ ഈ നെടുങ്കായ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തേക്ക് പണ്ട് അമ്മയും അച്ഛമ്മയൊക്കെ വിറകിന് വന്നിരുന്നു എന്ന് പറയും കേട്ടോ. കാട്ടുവിറകിന് വന്നിരുന്നു. എന്നിട്ട് വിറക് ഇവിടെ നിന്നാണ് വീട്ടിൽ കയറ്റി കൊണ്ടുവന്ന് പറഞ്ഞൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിട്ടോ. എങ്ങനെയായിരിക്കും ഇപ്പോൾ അതൊക്കെ എന്നുള്ളത്. ഇപ്പം നമുക്കൊരു ദൂരം കൂടി നടക്കാൻ വയ്യ കേട്ടോ. ഒരു വിറകും കൊള്ളി പിടിച്ചിട്ടും കൂടി നടക്കാൻ വയ്യ. ആ സ്ഥാനത്താണ് ഒരു തലയിൽ വെച്ചിട്ട് ഇവിടെ നിന്നൊക്കെയാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞത്. അപ്പോൾ കണ്ടില്ലേ ഇവിടെ പുഴേൻ്റെ അടുത്ത് ഇതാകണം ഇതേപോലെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പ്രതിമകൾ കണ്ടില്ലേ. അപ്പോൾ ഇവിടെ ഒരു പുഴ ഉണ്ട്, അടിപൊളി പാലുണ്ട്. അപ്പോൾ ഈ പാലൊക്കെ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അച്ഛനാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള. അച്ഛനും അമ്മയും കൂടിയാണ് പറഞ്ഞു തന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ പാലാണത്. അപ്പോൾ ഇവിടെ പണ്ട് സായിപ്പ് താമസിച്ച ബംഗ്ലാവൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ വന്ന ഈ ഒരു സമയത്ത് അവിടെ പൂട്ടിയിട്ടതാണ്, അതുകൊണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഒരുപാടൊന്നും എനിക്കറിയില്ല, എന്നാലും അറിയുന്ന കാര്യങ്ങളൊക്കെ പറയട്ടെ. ഇവിടെ അച്ഛനൊക്കെ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ ഒരു എന്താ പറയുക പുഴയ്ക്ക് ഇറങ്ങാൻ അനുവാദമല്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് മുന്നേ 2 കുട്ടികൾ ഈ പുഴയിൽ വീണ് മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആത്മഹത്യ ചെയ്തതാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ. 2 കുട്ടികൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കുട്ടി അങ്ങനെ വീണപ്പോൾ ഇവിടെ നോക്കണ വാച്ചർ എന്ന് പറയാം, നോക്കണ ആൾ രക്ഷപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടേക്ക് ഇറങ്ങാനൊന്നും പറ്റൂല. പിന്നെ ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഈ കാട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും ഇവിടെ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഓർക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങാമെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ കുറേ ആൾക്കാർ തിരുമ്പണതും കുളിക്കണതൊക്കെ അങ്ങനെ കണ്ടു. പിന്നെ ഇവിടെ ആനയൊക്കെ ഇറങ്ങും കേട്ടോ. ആനയും പിന്നെ പല മൃഗങ്ങളും ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ്. ശരിക്കും ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ പറയണ കേൾക്കാം, അമ്മയൊക്കെ പണ്ട് വിറകിനൊക്കെ വരുമ്പോൾ ആനച്ചൂര് കിട്ടുന്നു, ആനേൻ്റെ മണല്ലേ അത് കിട്ടും. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് പോകൂല. അപ്പോൾ ആനയ്ക്കൊക്കെ ഒരു പ്രത്യേക മണമായിരിക്കും, അമ്മക്ക് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ പണ്ടൊക്കെ ആ വിറകിന് വരുന്ന സമയത്ത് അച്ചമ്മയ്ക്കാണ് അധികവും ആനച്ചൂര് കിട്ടുക. അപ്പോൾ നമ്മളോടൊക്കെ പറയും പിന്നെ ആ വഴിക്ക് പോകൂല, പെട്ടെന്ന് പോരും, അങ്ങനെയൊക്കെ പറയും കേട്ടോ.
അപ്പോൾ എന്തായാലും ഈ കാട്ടിൽ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം മനുഷ്യന്മാർ കൂടുതലായിട്ട് ഇത് കൂടെ ഇറങ്ങിയിട്ടാണ് ആവോ ഐറ്റങ്ങൾ അങ്ങോട്ടൊന്നും കാണാനല്ല കേട്ടോ. ഇടയ്ക്ക് പേപ്പറിലൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ, നെടുങ്കായത്ത് ആന ഇറങ്ങി അങ്ങനെ നശിപ്പിച്ചു ഇങ്ങനെ നശിപ്പിച്ചു എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ പറയണ കേൾക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ ആനപ്പന്തി ഉണ്ടായിരുന്നു, ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആനകളെ മെരുക്കിയെടുത്ത് ആനകളായിരുന്നു ഈ ഒരു തേക്കൊക്കെ മുറിച്ചാൽ അത് വലിക്കാനും പിടിക്കാനൊക്കെ ആനകളായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്നൊക്കെ അച്ഛൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കുറഞ്ഞ അറിവുകളാണ് കേട്ടോ ഞാനീ പറയുന്നത്. അതിൽ തെറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ആനപ്പന്തി ഉണ്ടെങ്കിൽ പോലും അവിടെ ആനകളൊന്നും ഇല്ല കേട്ടോ. ഇപ്പൊ പിന്നെ കണ്ടുപിടുത്തങ്ങൾ കൂടിയപ്പോഴേ ഒക്കെ മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ടില്ലേ, പലവിധം വണ്ടികളും ഒക്കെ ആയില്ലേ. അപ്പൊ പിന്നെ ആനേന്റെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ഒരു 10 വർഷം മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്. പിന്നെ ഇവിടെ കാണാനുള്ളത് ഇതാണ് കേട്ടോ, ഈ ഒരു സംഭവമാണ്. അപ്പൊ ഇവിടെ എന്താന്ന് ചോദിച്ചാൽ ഇവിടെ സായിപ്പിന്റെ കല്ലറയാണ് കേട്ടോ. സായിപ്പിന്റെ ഈ ഒരു കല്ലറ കാണാനാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നത്. അപ്പൊ ഇതാണ് കാര്യമായിട്ട് ഇവിടെ കാണാൻ. ഇതും ആനപ്പന്തിയൊക്കെ തന്നെയുള്ളൂ കാണാൻ. അപ്പൊ ഇതാണ് സായിപ്പിന്റെ പേരും കാര്യങ്ങളൊക്കെ അവിടെ വിവരങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നണം അയാൾ പുഴയിൽ ചുഴിയിൽ പെട്ടുപോയതോ അങ്ങനെ എന്തോ ആണ് തോന്നുന്നത്. എന്തായാലും ഇവിടെയാണ് അയാൾ അടക്കം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒരു പാറ കണ്ടില്ലേ, ശരിക്കും ഇതിന്റെ ചോട്ടിലാണ് അതിനെ അടക്കം ചെയ്തത് എന്നൊക്കെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിനെ അടക്കം ചെയ്തതിന് ശേഷം പിന്നെ ആനേനെ കൊണ്ട് ഒരു പാറക്കല്ല് ഇവിടെ വെപ്പിച്ചതാണെന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓൽക്കൊക്കെ അറിയുണ്ടാവും, പണ്ടുള്ളവർക്കൊക്കെ അറിയാലോ. അപ്പം അങ്ങനെയാണ് അവിടെ ആ ഒരു പാറ ഉള്ളതെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഇതാക്കണേ, ഇപ്പം ഇവിടെ എങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അയാളുടെ പേരും മരിച്ച തീയതിയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ വന്നിരിക്കുന്നുണ്ട്, കുറേ സമയം ഇരിക്കുന്നുണ്ട്, പിന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ കയറരുത് തൊടരുത് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെന്നാൽ ഉണ്ടാവുമല്ലോ, പിന്നെ തൊടാൻ പാടില്ല, കയറാൻ പാടില്ല, വിട്ടു നിന്ന് കാണണം എന്നൊക്കെ, അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്നു, കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ അതാക്കണേ കുറേ ആൾക്കാർ വരുന്നതൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ ആനപ്പന്തി ഒന്ന് കാണാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നന്ദു ആണ് ഇപ്പോൾ വീഡിയോഗ്രാഫർ. എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് നടക്കല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോണ് ഓന് കൊടുത്തിട്ടോ. അതിൽ അത്ര ക്ലിയറും കാര്യങ്ങളൊന്നുമില്ല, എന്നാലും ആൾ അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരോടും അങ്ങോട്ട് നിൽക്കി ഇങ്ങോട്ട് നിൽക്കി പോസ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഓനിപ്പോൾ അതൊരു രസമല്ലേ. അപ്പോൾ കുറച്ച് നേരം ഞാൻ ഫോണ് കൊടുത്തിരുന്നു. അങ്ങനെ കുറേ നേരം വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാക്കണ നമ്മളെ കാടും മലകളൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും കാണാതിരിക്കുന്നവർക്ക് ഇത് അടിപൊളി കാഴ്ച തന്നെയായിരിക്കും. പിന്നെ നമ്മളെ ചുറ്റുഭാഗത്തൊക്കെ ഇങ്ങനെ തന്നെ ആവുകൊണ്ട് വലിയൊരു അത്ഭുതവും കാര്യങ്ങളൊന്നും തോന്നണില്ല കേട്ടോ. പിന്നെ ഈ ഒരു കാടാവുകൊണ്ട് ചെറുതായിട്ടൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോണ വരെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് പഠിക്കാനുള്ള സ്കൂളാണ് കേട്ടോ. ഇവിടുത്തെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ബദല സ്കൂൾ എന്ന് പറയും, അങ്ങനെ ഒരു സ്കൂളാണ് അവിടെ. പക്ഷെ ഇപ്പം ആ സ്കൂള് പ്രവർത്തിക്കണില്ല. ഇപ്പം ബസ് വന്നിട്ടോ വണ്ടിയിലോ എങ്ങോട്ടോ വേറെ എങ്ങോട്ടോ കുട്ടികളെയൊക്കെ പഠിക്കാൻ കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ സ്കൂളൊക്കെ അപ്പോൾ അടച്ചിട്ടുണ്ടാണ്. പിന്നെ അതാക്കണം ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ നല്ല വീടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. വീടൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ അതാക്കണ അടിപൊളി ഒരു ഗ്രൗണ്ട് ഉണ്ട്. പക്ഷേ ഈ ആനയൊക്കെ ഇറങ്ങണേം കൊണ്ട് സത്യത്തിൽ ഇവിടെ ഒരു സമാധാനം ഇല്ലാത്ത ജീവിതമായിരിക്കും ചിലപ്പോൾ. ഒരു പേടിയല്ലേ, എപ്പോഴാണ് എന്താണെന്നുള്ള ഒരു പേടിയായിരിക്കുമല്ലോ അല്ലേ. അപ്പം ആൾക്കാരൊക്കെ ആനപ്പന്തി കണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ ആ തിരിച്ച് വരുന്നത്. അപ്പോൾ ഈ ഒരു ആനപ്പന്തിയും കൂടിയും കാണണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച ആനപ്പന്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ ആനകളൊക്കെ ഉണ്ടാകും അവിടെയെന്ന്. പക്ഷെ പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പല്ല. പണ്ട് ഒരുപാട് ആനകൾ ഉണ്ടായിരുന്നു. ഐറ്റങ്ങളെയൊക്കെ തിന്നാൻ കൊടുത്ത് വളർത്തി പിന്നെ ചട്ടം പഠിപ്പിച്ചെടുക്കും, ഓരോ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി വർഷങ്ങളെടുക്കും ഓരോ കാര്യങ്ങളും പഠിപ്പിച്ച് എടുക്കാൻ. എന്നിട്ട് പിന്നെ ഓരെ കൊണ്ട് ഇവിടെ പണി എടുപ്പിക്കും. അങ്ങനെയൊക്കെ കുറേ മുൻപ് അതേപോലെയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അച്ഛൻ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ കുറച്ച് നല്ലോണം നീളം നടക്കാണ്ട് കേട്ടോ ഇങ്ങോട്ട് ആനപ്പന്തി കാണാൻ. അപ്പോൾ ആ കാണുന്നത് തന്നെയാണ് ആ ഒരു മരക്കൂട് കണ്ടില്ലേ, അതന്നെയാണ് ഇതന്നെയാണ് കേട്ടോ ആനപ്പന്തി. പക്ഷെ പണ്ട് ചിലപ്പോൾ ഇങ്ങനെയൊന്നും ആവൂല കേട്ടോ, ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കുറേ വീടുകളുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ ആ കോളനിക്ക് പ്രവേശനമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല കേട്ടോ, നമ്മൾ ആരോടാ ചോദിക്കുന്നത്. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആനപ്പന്തി കാണാൻ വേണ്ടിയിട്ട് ഇതാക്കണേ ഇങ്ങോട്ട് കയറിയതാണ് കേട്ടോ. അപ്പോൾ ആൾക്കാർക്ക് അതൊരു അത്ഭുതം തന്നെയല്ലേ, പണ്ട് ഇവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അത്ഭുതം തന്നെയാണ്. ഇപ്പോൾ ആനയൊന്നും ഇല്ല കേട്ടോ, ആനയൊക്കെ കാട്ടിലാണ് തോന്നുന്നു. ഇപ്പോൾ ആനേനെയൊന്നും വേണ്ടല്ലോ, ഇപ്പോൾ ആരാ അതിനെയൊക്കെ നോക്കി വളർത്തണത്. അപ്പോൾ ആനപ്പന്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുഷൻ എന്ന് പറയുന്ന ഒരു ആനയാണ് തോന്നുന്നത് ലാസ്റ്റ് അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലായിരിക്കും വേണമെങ്കിൽ ആനേനെയൊക്കെ തളച്ചിട്ടിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗമൊക്കെ ഒന്ന് നടന്ന് കണ്ടു. നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഏട്ടൻ കുറേ മുന്നേ അങ്ങോട്ട് വന്നിട്ടുണ്ട്, അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കൊടുന്ന് കാട്ടി തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ കുറച്ച് നേരം കയ്യിൽ ഇതിലേക്ക് നടന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അതാ ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ വിചാരിച്ചിരുന്നു കേട്ടോ അവിടെ അധികം സമയമൊന്നും നിൽക്കാൻ പറ്റൂല എന്നാണ് വിചാരിച്ചത്. പക്ഷെ നമ്മൾ തിരിച്ച് പോകുമ്പോഴും ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സായിപ്പിൻ്റെ കല്ലറ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോക്ക്. പിന്നെ ഒരു ആനപ്പന്തി കാണാനും കാര്യമായിട്ട് ഇവിടെ കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ഒരു പുഴയും ആനപ്പന്തിയും കല്ലറയും അതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു അത്ഭുത സ്ഥലമല്ലേ. അപ്പോൾ അമ്മ പറയും പണ്ടൊക്കെ ഇങ്ങോട്ട് പോരാൻ ഒന്നും വേണ്ടില്ലേന്ന് ഇങ്ങോട്ട് കയറി പോരുന്നു. പക്ഷേ ഇപ്പം ഇങ്ങോട്ട് കയറണമെങ്കിൽ പൈസ ഇങ്ങോട്ട് വേണം കേട്ടോ. അപ്പോൾ കാലങ്ങൾ ഒരുപാട് മാറിയില്ലേ. അപ്പോൾ നമ്മളെ നന്ദു ഇതാക്കണ വണ്ടീൻ്റെ അടുത്തേക്കാണ് കേട്ടോ ആ ഓടുന്നത്. അപ്പം ഞാനും എൻ്റെ പിന്നാലെ കൂടാൻ നിന്നിട്ടൊന്നും നടക്കണില്ല. അപ്പോൾ ഓൻ ഓട് തന്നെയാണ്. ഓനിപ്പോൾ അതൊരു തമാശ എന്ന് പറഞ്ഞില്ലേ. പിന്നെ അതാ ഞങ്ങൾ തിരിച്ച് വീണ്ടും പുഴേൻ്റെ ആ സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുക കേട്ടോ, അങ്ങോട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുക. എനിക്ക് തോന്നണം ഇപ്പം അവിടേക്ക് കുളിക്കാൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാവും ആൾക്കാരൊക്കെ അടങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇത് ഇറങ്ങണ ആ ടൈമിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ആ പുഴയിൽ കൂടെ അങ്ങനെ നടന്ന് ഓരോ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് കേട്ടോ ഇപ്പം അങ്ങോട്ട് ഇറങ്ങാൻ സമ്മതിക്കാത്തത്. അപ്പോൾ ഇതാ ഇവിടെ കണ്ടില്ലേ ഈ ഒരു 2 പ്രതിമകൾ. അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അതാ നമ്മളെ വണ്ടീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ണിയപ്പൊക്കെ കയ്യിൽ കരുതിയിരുന്നു. ഇവിടെ വന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്നൊന്നും കിട്ടൂല കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പിടിച്ച് പോരുക തന്നെ വേണം. അതൊക്കെ ഒരു രസമല്ല. സത്യത്തിൽ ഞങ്ങളതൊന്നും ചിന്തിച്ചില്ല കേട്ടോ. പിന്നെ കുറച്ച് ഉണ്ണിയപ്പം കയ്യിൽ പിടിച്ച് ശരിക്കും വീട്ടിൽ അവിടെ ഒരുക്കോ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം എടുത്തതാണ്. അപ്പോൾ എന്തായാലും കുറച്ച് അധികം ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ അവിടെ നിന്ന് എല്ലാവരും കുറേശ്ശെ കഴിച്ചു കേട്ടോ. പിന്നെ വെള്ളം എടുത്തായിരുന്നു, 2 കുപ്പി വെള്ളം എടുത്തായിരുന്നു. അപ്പോൾ ഉണ്ണിയപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ചുട്ട് ഞങ്ങൾ തിന്നാനൊന്നും നിന്നിട്ടില്ല, അപ്പം തന്നെ പോകുന്നില്ലേ. അപ്പോൾ പിന്നെ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിലവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. എള്ളും നാളികേരമൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പുറത്ത് പോയാൽ നമ്മളെ വീട്ടിലത്തെ വല്ലതും തിന്നുമ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റ് തന്നെയാവില്ലേ. വീട്ടിലിരിക്കുമ്പോൾ തിന്നേക്കാളും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അതാ ഞങ്ങൾ തിരിച്ച് പോരുകയാണ്. അപ്പോൾ ഒരുപാട് തേക്കുകൾ അവിടെ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഓരോ സമയത്താവും ലേലം ചെയ്തിട്ട് കൊണ്ടുപോകാൻ തോന്നണേ. പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർക്ക് ആടുകളുണ്ട് കേട്ടോ. ആടുകളെ തീറ്റി കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്ന ഒരു സംഭവം ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ കണ്ട പുഴ ഉണ്ടല്ലോ, അത് കരിമ്പുഴ എന്ന് പറയുന്ന ഒരു പുഴയാണ് കേട്ടോ. എന്തായാലും ആൾക്കാർ കണ്ടില്ല, ഇപ്പോഴും പോയിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് പോന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഇങ്ങനെ വീട്ടിലേക്ക് തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ വീട്ടിലാക്കിയിട്ട് പിന്നെ ഒരു തിരിച്ച് പോകും കേട്ടോ. അങ്ങനെ അതാ പോന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് കാണാനായി ഒരു കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹം തന്നെയായിരുന്നു കേട്ടോ അത്. അവിടെ നിന്ന് പോകണം എന്നുള്ളത്. പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിരുന്നില്ല, ഇപ്പോഴാണ് അതിന് സാധിച്ചത്. അപ്പോൾ ഈ ഒരു നെടുങ്കായ എന്ന് പറയുന്ന സ്ഥലം കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ. പിന്നെ ഈ ഒരു തേക്കും കാടും ഒക്കെ തന്നെയാണ് നമ്മൾ ഈ നിലമ്പൂരിൽ കൂടുതലായിട്ടും കാണാനുള്ളത്. പിന്നെ അതേപോലെ തന്നെ തേക്ക് മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ, സംഭവമുണ്ട്. അവിടെയും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുറേ മുന്നേ ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതാ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ ഇവിടെ അമ്മയും ഏട്ടനൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങി കുറച്ച് നേരം പോലും ഇവിടെ നിന്നു. പക്ഷേ പ്രത്യേകിച്ചൊന്നും കഴിക്കുകയും ചെയ്തിട്ടില്ല, വെള്ളം കുടിച്ചു. അപ്പോൾ ഒരു പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞില്ലേ അച്ഛൻ്റെ പെങ്ങൾ അവിടെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നുണ്ട്, അമ്മ 2 ദിവസം അവിടെ ഇരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ അമ്മേനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ടേ ഒരുങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മല്ലികേൻ്റെ വിത്ത് എടുക്കാനായോ എന്നൊക്കെ അവിടെ നാത്തൂൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് പോയി നോക്കിയതാണ് ഞാൻ. അപ്പോൾ മല്ലിക വിത്ത് ഉണ്ടെങ്കിൽ പോലും അത് മുളയ്ക്കണില്ല, എന്തോ പോലെ കേട്ടോ, ഒരു സുഖമല്ല. പിന്നെ ഓരൊക്കെ പോയി, അവർക്കൊന്നും വേണ്ട അറിഞ്ഞില്ലേ. പിന്നെ അമ്മ ഇവിടെ പൊറാട്ടയും ചിക്കനും ഉണ്ടാക്കിയിരുന്നു ഞങ്ങൾ വരുന്നതിൻ്റെ തലേ ദിവസം. അപ്പോൾ പൊറോട്ട വാങ്ങിയതാണ്, ചിക്കൻ കറി ഇവിടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് ഞങ്ങൾക്കുള്ള ഒരു അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയാൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് ഉണ്ടെങ്കിൽ അതോടെ എടുത്ത് വെക്കലുണ്ട്. അപ്പോൾ ആര് പോയതാണെങ്കിലും ഞാനാണെങ്കിലും അമ്മ ഇവിടെ അല്ലെങ്കിൽ എടുത്ത് വെക്കലുണ്ട് കേട്ടോ, വരുമ്പോൾ കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ കണ്ണനെ അതൊക്കെ ചൂടാക്കിയിട്ട് ഇതാ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇവിടെ ഏട്ടനോട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ റൂമിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ഒരുപാട് കൂട്ടുകാർ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നറിയാം. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. താങ്ക്